മെക്കാനിക്കൽ സ്ട്രീമിലെ സബ്ജക്റ്റ് കോഡ് 3021 സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന സബ്ജക്റ്റിനെ പറ്റിയാണ്. സോ നമുക്ക് നമ്മുടെ SOMലെ ഫസ്റ്റ് മോഡ്യൂൾ ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമുക്ക് അറിയാനുള്ളത് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ സയൻസിലേക്ക് വരുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ അങ്ങനെയുള്ള കുറച്ച് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസാണ് ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എലാസ്റ്റിസിറ്റി. വാട്ട് ഈസ് എലാസ്റ്റിസിറ്റി? It is a property of a material to retain back to its original shape or size when external load is removed. ഒരു മെറ്റീരിയലിൽ നമ്മൾ ഒരു ലോഡ് എക്സേർട്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു ലോഡ് അതിൽ കൊടുക്കുമ്പോൾ അവിടെ ഒരു ഡീഫോർമേഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം ഡീഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ ആ ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ ആ ഡീഫോർമേഷനിൽ നിന്നും അതിൻ്റെ പഴയ സൈസിലേക്കോ അല്ലെങ്കിൽ ഷേപ്പിലേക്കോ തിരിച്ചു പോകാനുള്ള കഴിവാണ് എന്ത്? എലാസ്റ്റിസിറ്റി. ഇനി അടുത്തത് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഡീഫോർമേഷൻ ഉണ്ടാകും, ദാറ്റ് ടു വിത്തൗട്ട് ബ്രേക്കിംഗ്. ആ മെറ്റീരിയൽ ഫ്രാക്ചർ ആവാതെ അല്ലെങ്കിൽ ബ്രേക്ക് ആവാതെ അല്ലെങ്കിൽ ഫെയിൽ ആവാതെ പൊട്ടിപ്പോകാതെ ആ ലോഡ് മുഴുവനും താങ്ങിയിട്ട് ഒരു ഡീഫോർമേഷൻ അതിൽ വരും. എലാസ്റ്റിസിറ്റിയുടെ കേസ് നോക്കുമ്പോൾ ആ ഡീഫോർമേഷനിൽ നിന്നും തിരിച്ചു പോകാൻ കഴിയും. പക്ഷെ പ്ലാസ്റ്റിസിറ്റിയിൽ അതിന് അതിൻ്റെ പഴയ സൈസോ ഷേപ്പോ റിറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇനി മൂന്നാമതായിട്ടുള്ളത് സ്റ്റിഫ്നെസ്. സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മെറ്റീരിയൽ ഡീഫോർമേഷൻ വരും. അങ്ങനെ വരുന്നതിന് പകരം ഒരു എക്സ്റ്റേണൽ ലോഡ് വരുന്ന സമയത്ത് ഡീഫോർമേഷൻ ഇല്ലാതെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി, ദ കപ്പാസിറ്റി ടു ഹോൾഡ് എക്സ്റ്റേണൽ ലോഡ് വിത്തൗട്ട് എനി ഡീഫോർമേഷൻ. കിട്ടുന്ന ലോഡിനെ ആ മെറ്റീരിയൽ യാതൊരുവിധ ഡീഫോർമേഷനും കൂടാതെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റിഫ്നെസ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ടഫ്നെസ്. ടഫ്നെസ് എന്ന് പറയുമ്പോൾ an ability of material to absorb maximum energy and gets plastically deformed without breaking or fracture. ഒരു മെറ്റീരിയൽ മാക്സിമം എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിലൊരു പ്ലാസ്റ്റിക്കൽ ഡീഫോർമേഷൻ വരും, പക്ഷേ അവിടെ ഒരു ബ്രേക്കിങ്ങോ ഒരു ഫ്രാക്ചറോ ഉണ്ടാവുന്നതല്ല. ഇനി അടുത്തത് ബ്രിട്ടിൽനെസ്. ഈ ബ്രിട്ടിൽനെസ് എന്ന് പറയുമ്പോൾ the ability of a material to deform into small pieces under acting of external load. നമ്മുടെ മെറ്റീരിയലിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഡീഫോർം ചെയ്യും അല്ലെങ്കിൽ പൊട്ടിപ്പോകും എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറയുമ്പോൾ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു സ്ട്രെച്ച് ഇൻ ടു വയർ അണ്ടർ ആക്ഷൻ ഓഫ് പുള്ളിംഗ് ഓർ ടെൻസൈൽ ലോഡ്. ടെൻസൈൽ ലോഡ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് വലിക്കുന്ന ലോഡ് അഥവാ പുള്ളിംഗ് ലോഡ്. ഈ ലോഡ് വരുന്ന സമയത്ത് വളരെ തിന്നായിട്ടുള്ള വയറുകളായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റിനെയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുക. ഇനി അടുത്തത് മാലിബിലിറ്റി. എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ഫോം തിൻ ഷീറ്റ് ബൈ ഹാമറിംഗ് ഓർ റോളിംഗ് ഓർ കംപ്രസീവ് ലോഡ്. ഒരു കംപ്രസീവ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാമറിംഗ് ഇത് ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയൽ വളരെ തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് ഫോം ചെയ്യാൻ കാണിക്കുന്ന എബിലിറ്റിനെയാണ് നമ്മൾ മാലിബിലിറ്റി എന്ന് പറയുക. ഇനി അടുത്തത് ഹാർഡ്നെസ്. എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ to resist penetration or any other indentation like scratches by any other material. നമ്മുടെ സാമ്പിൾ മെറ്റീരിയൽ വേറൊരു മെറ്റീരിയൽ അതിൻ്റെ സർഫസിലേക്ക് പെനട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഇൻഡൻറ്റേഷൻ വരുത്താനോ നോക്കുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുക. ഇനി നമുക്ക് ഇത്രയും നേരം നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് 8 നമ്മൾ ഡിസ്കസ് ചെയ്തു. First of all, elasticity, plasticity, then stiffness, then toughness, brittleness, ductility, malleability and then hardness. ഈ ബേസിക് ആയിട്ടുള്ള ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാകണം. ഇനി അടുത്തത് സ്ട്രെസ്. എന്താണ് സ്ട്രെസ് എന്ന് നമുക്ക് നോക്കാം. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ദ ടോട്ടൽ ലോഡ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബോഡി. അതായത് നമ്മുടെ സ്ട്രെസ്സിൻ്റെ നൊട്ടേഷനാണ് ഈ സിമ്പിൾ.
ഇതിന് സിഗ്മ എന്ന് പറയും. സോ സിഗ്മ ഇസ് ഈക്വൽ ടു ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ലോഡ് എന്ന് കൊടുക്കുന്ന നൊട്ടേഷനാണ് ക്യാപിറ്റൽ പി, ഏരിയയ്ക്ക് ക്യാപിറ്റൽ എ. നമ്മുടെ സ്ട്രെസ്സിന് കൊടുക്കുന്ന യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നോ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നോ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി എന്താണ് സ്ട്രെസ്? ഈ ഫിഗറിലേക്ക് നോക്കിക്കോളൂ. ഇവിടെ നമ്മുടെ സാമ്പിൾ മെറ്റീരിയൽ ഉണ്ട്. ഈ സാമ്പിൾ മെറ്റീരിയൽ പുറമേക്ക് വലിക്കുന്ന ഒരു ലോഡ് അഥവാ ടെൻസൈൽ ലോഡ് അല്ലെങ്കിൽ പുള്ളിംഗ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ അവിടെ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഈ ഫോഴ്സ് ഈ ഏരിയയിൽ എത്ര ആക്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റേഷ്യോ ആണ് എന്ത്? സ്ട്രെസ് അഥവാ ദ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ. അതാണ് സ്ട്രെസ്. ഒന്നുകൂടെ പറയാം, നമ്മുടെ മെറ്റീരിയലിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ ലോഡ് നമ്മുടെ മെറ്റീരിയലിലെ ഒരു യൂണിറ്റ് ഏരിയയിൽ എത്ര ആക്ട് ചെയ്യുന്നു എന്നതിൻ്റെ റേഷ്യോ ആണ് സ്ട്രെസ്. ഇനി അടുത്ത് നമുക്ക് സ്ട്രെയിനിനെ പറ്റി നോക്കാം. സ്ട്രെയിനിൻ്റെ നൊട്ടേഷനാണ് സ്മോൾ ഇ. ഇനി അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ദ ഡീഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് എ ബോഡി അല്ലെങ്കിൽ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഓഫ് എ ബോഡി. ഒരു സാമ്പിൾ ബോഡി അല്ലെങ്കിൽ ഒരു സാമ്പിൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിന് പല ഡയമെൻഷൻസ് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഡയമെൻഷനിൽ വരുന്ന ചേഞ്ച് അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷനിലേക്ക് വരുന്ന ഒറിജിനൽ ഡയമെൻഷനിലേക്കുള്ള റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് സ്ട്രെയിൻ കിട്ടുക. അതായത് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡയമെൻഷൻ ലെങ്ത് ആണ് എന്ന് കണക്കൂട്ടുക. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷനാണ് എന്ത്? സ്ട്രെയിൻ. സോ ചേഞ്ച് എന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡെൽറ്റ എന്ന സിമ്പിൾ കൊടുക്കുക. ഈ ഡെൽറ്റ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. സോ അതാണ് സ്ട്രെയിൻ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഹുക്സ് ലോ. എന്താണ് ഹുക്സ് ലോ? ഹുക്സ് ലോ പറയുന്നത് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഈ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ആ മെറ്റീരിയൽ ഡീഫോർമേഷൻ ഉണ്ടാവുന്ന സമയത്ത് എലാസ്റ്റിക് സ്വഭാവം കാണിക്കും. അഥവാ എലാസ്റ്റിറ്റി എന്ന് നമ്മൾ പറഞ്ഞു, ഡീഫോർമേഷൻ വന്നാലും ആ ലോഡ് മാറ്റിക്കഴിഞ്ഞാൽ പഴയ ഫോമിലേക്ക് റിറ്റെയിൻ ചെയ്യും. സോ അതൊരു ലിമിറ്റ് ഉണ്ട് ഏതൊരു മെറ്റീരിയലിനായാലും. സോ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്ട്രെസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നിങ്ങനെ എഴുതാം. സോ ഈ സ്ട്രെയിനിനെ നമ്മൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്ട്രെസ്സിൻ്റെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറയുക. സോ ഇനി നമുക്ക് എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് മെയിനായിട്ട് 3 എലാസ്റ്റിക് കോൺസ്റ്റൻസ് ആണ് നോക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി, ദെൻ ഷിയർ മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് റിജിഡിറ്റി, ആൻഡ് തേർഡ് വൺ ബൾക്ക് മോഡുലസ്. സോ ഫസ്റ്റ് വൺ modulus of elasticity, that is also known as Young's modulus and given by the notation capital E. So modulus of elasticity നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഹുക്സ് ലോ ബേസ് ചെയ്തിട്ടാണ്. സോ ഹുക്സ് ലോയിൽ നമ്മൾ ആദ്യം കണ്ടു സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അണ്ടർ എലാസ്റ്റിക് ലിമിറ്റ്. സോ യങ്സ് മോഡുലസ് എടുക്കുന്ന കേസിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് പരിഗണിക്കുന്നത്. സോ നമ്മുടെ ഹുക്സ് ലോയിലേക്ക് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന എൻറ്റിറ്റീനെ കൂടെ കൊണ്ടുവരുമ്പോൾ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഉള്ളതിൻ്റെ കൂടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ദാറ്റ് വിൽ ഗിവ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓർ യങ്സ് മോഡുലസ്. നമ്മുടെ എക്സാം ടൈമിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എത്രയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എത്രയാണ് എന്ന് പറഞ്ഞു തരും. സോ അത് തന്നു കഴിഞ്ഞാൽ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യങ്സ് മോഡുലസ് കിട്ടും. ചില കേസുകളിൽ സ്ട്രെസ് തന്നിട്ടുണ്ടാകാം, മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി അല്ലെങ്കിൽ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ടാകാം. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സ്ട്രെയിൻ കണ്ടുപിടിക്കണം. ആൻഡ് ഇതേപോലെ തന്നെ തിരിച്ചുമാകാം. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ വരുന്ന സമയത്താണ് നമ്മൾ
ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ. ഓക്കെ, സോ ഹുക്സ് ലോ പ്രകാരം സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അണ്ടർ ഇലാസ്റ്റിക് ലിമിറ്റ്. അതിൽ കിട്ടുന്ന നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്ത്? എലാസ്റ്റിക് കോൺസ്റ്റൻസ്. സോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എടുക്കുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. ഇനി നമുക്ക് അടുത്തത് ഷിയർ മോഡുലസിന് നോക്കാം. ഷിയർ മോഡുലസ് അഥവാ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഗിവൺ ബൈ ദ നൊട്ടേഷൻ ക്യാപിറ്റൽ G or C or N. കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ക്യാപിറ്റൽ G എന്ന നൊട്ടേഷനായിരിക്കും തന്നിട്ടുണ്ടാവുക, മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും പരിഗണിക്കുന്ന സമയത്താണ് ഈ എലാസ്റ്റിക് കോൺസ്റ്റന്റ് വരിക, അഥവാ നമ്മുടെ മോഡുലസ് ഓഫ് റിജിഡിറ്റി. സോ ഇവിടെ തന്നെ അതിന്റെ ഇക്വേഷൻ കാണാം, ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഇനി അടുത്തത് ബൾക്ക് മോഡുലസ് ഗിവൺ ബൈ ദ നൊട്ടേഷൻ ക്യാപിറ്റൽ K. നമ്മൾ ഇവിടെ ബൾക്ക് മോഡുലസ് കാണുന്ന സമയത്ത് വോള്യൂമെട്രിക് സ്ട്രെസ്സും വോള്യൂമെട്രിക് സ്ട്രെയിനുമാണ് പരിഗണിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള 3 ഇലാസ്റ്റിക് കോൺസ്റ്റൻസ്: യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, പിന്നെ ബൾക്ക് മോഡുലസ്. 3 നൊട്ടേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. യങ്സ് മോഡുലസ് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ E, ഷിയർ മോഡുലസ് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ G ആൻഡ് ബൾക്ക് മോഡുലസ് പറയുന്ന സമയത്ത് ക്യാപിറ്റൽ K. നമ്മൾ ഏത് എൻറ്റിറ്റിയാണ് എടുക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ ആണോ അല്ലെങ്കിൽ ഷിയർ ആണോ അല്ലെങ്കിൽ വോള്യൂമെട്രിക് ആണോ എന്നതിനനുസരിച്ചാണ് ഇതിൽ മാറ്റം വരിക. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ എലാസ്റ്റിക് കോൺസ്റ്റൻസ് ക്യാപിറ്റൽ E, ക്യാപിറ്റൽ G ആൻഡ് ക്യാപിറ്റൽ K അഥവാ യങ്സ് മോഡുലസ്, ഷിയർ മോഡുലസ് ആൻഡ് ദെൻ ബൾക്ക് മോഡുലസ്, ഈ 3 എലാസ്റ്റിക് കോൺസ്റ്റൻസും തമ്മിൽ ഒരു റിലേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അഥവാ ഒരു കണക്ഷൻ വെച്ചൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് വൺ ക്യാപിറ്റൽ E is equal to 2 into ക്യാപിറ്റൽ G into ബ്രാക്കറ്റ്സിൽ 1 plus U. ഈ ക്യാപിറ്റൽ ഇയും ക്യാപിറ്റൽ ജിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ U എന്ന് പറയുന്നത് പോയ്സൺസ് റേഷ്യോ എന്ന് പറയും. അതേപോലെ തന്നെ ക്യാപിറ്റൽ E is equal to 3 into ക്യാപിറ്റൽ K into 1 minus 2U. ഇവിടെയും നമുക്ക് യങ്സ് മോഡുലസ് കാണാം, ബൾക്ക് മോഡുലസ് കാണാം, അതേപോലെ പോയ്സൺസ് റേഷ്യോയും നമുക്ക് കാണാൻ പറ്റും. സോ ഈ 2 ഇക്വേഷനാണ് നമ്മുടെ 3 എലാസ്റ്റിക് കോൺസ്റ്റൻസും തമ്മിലുള്ള റിലേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ടിടത്തും ക്യാപിറ്റൽ E is equal to എന്നാണ് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഫസ്റ്റ് ഇക്വേഷൻ ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് 2 into G into 1 plus U is equal to 3 into K into 1 minus 2U. അതായത് ഇതിവിടെ രണ്ടും ഇക്ക് തുല്യമായതുകൊണ്ട് ഈ 2 ഇക്വേഷൻസും പരസ്പരം തുല്യമായിരിക്കും. സോ 3 എലാസ്റ്റിക് കോൺസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇത്രയും നേരം സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്താ, അതേപോലെ ഹുക്സ് ലോ എന്താണ്, എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്താണ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എലാസ്റ്റിക് കോൺസ്റ്റൻസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് സ്ട്രെസ്സിൻ്റെ ടൈപ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് സ്ട്രെസ്. ഡയറക്റ്റ് സ്ട്രെസ്സിൽ 2 തരത്തിലുണ്ട്. ഒന്ന് ടെൻസൈൽ സ്ട്രെസ്സും അടുത്തത് കംപ്രസീവ് സ്ട്രെസ്സും. എന്താണ് ടെൻസൈൽ സ്ട്രെസ്? ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾസ് ഓർ ടെൻസൈൽ ലോഡ്. ദ ബോഡി ടെൻസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ലെങ്ത്. ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ബോഡി ഈസ് ടെൻസൈൽ സ്ട്രെസ്. നമ്മുടെ സാമ്പിൾ ബോഡി അല്ലെങ്കിൽ സാമ്പിൾ മെറ്റീരിയലിൽ നമ്മൾ ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, തുല്യവും എതിർ ദിശയിലേക്ക് പോകുന്നതുമായ ഒരു ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ ഫിഗറിൽ തന്നെ കാണാം, ഈ 2 ഫോഴ്സും ഈക്വൽ ആണ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മെറ്റീരിയലിനെ പുൾ ചെയ്യുന്നത് അഥവാ വലിച്ചു കൊണ്ടുപോകുന്നത്. സോ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയലിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും, കൂടും. ഈ ഒരു സമയത്ത് അവിടെ ആ മെറ്റീരിയൽ, ആ ബോഡിയിൽ ഡെവലപ്പ് ആകുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെൻസൈൽ സ്ട്രെസ്. അഥവാ നമ്മുടെ ടെൻസൈൽ ഫോഴ്സ് മൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് എന്ത്, ടെൻസൈൽ സ്ട്രെസ്. അതിവിടെ കാണാം, ടെൻസൈൽ ലോഡ് ആക്ടിംഗ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബോഡി ഈസ് ടെൻസൈൽ സ്ട്രെസ്.
ആ ബോഡിയുടെ ഒരു യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ലോഡുമായിട്ടുള്ള റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടെൻസൈൽ സ്ട്രെസ് കിട്ടും. ഇനി അടുത്തത് കംപ്രസീവ് സ്ട്രെസ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൻസൈൽ ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കംപ്രസീവ് ഫോഴ്സ്, അഥവാ ടെൻസൈൽ ഫോഴ്സ് പുറത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. കംപ്രസീവ് ഫോഴ്സോ അകത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്, അഥവാ കംപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ള് ചെയ്യുമ്പോൾ അത് ടെൻസൈലും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുഷ് ചെയ്യുമ്പോൾ അത് കംപ്രസീവ് ലോഡാണ്. സോ ഇങ്ങനൊരു കംപ്രസീവ് ലോഡ് ഒരു സാമ്പിൾ മെറ്റീരിയലിൽ ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഡെവലപ്പ് ആകുന്ന സ്ട്രെസ്സാണ് എന്ത്? കംപ്രസീവ് സ്ട്രെസ്. അതായത് കംപ്രസീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെസ്. ഇനി അടുത്തത് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആവുമ്പോൾ ദ ബോഡി ടെൻസ് ടു ഷിയർ ഓഫ് ഓർ ബ്രേക്കിംഗ് ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഈസ് കോൾഡ് ഷിയർ സ്ട്രെസ്. നമ്മുടെ മെറ്റീരിയലിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും അത് ടാൻജൻഷ്യൽ ആയിരിക്കും, സെയിം ആക്സിസിലൂടെ ആയിരിക്കില്ല പുള്ള് ചെയ്യുന്നത്. സോ വേറെ ആക്സിസിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ എന്ത് ചെയ്യും? ഒന്ന് ഷിയർ ആകാൻ അല്ലെങ്കിൽ ഒന്നിങ്ങനെ ബ്രേക്ക് ആകാൻ എന്ത് ചെയ്യും? ടെൻഡൻസി കാണിക്കും. അപ്പോൾ ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെ നൊട്ടേഷൻ നമ്മളെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇതിനെ ടൗ എന്ന് പറയും, TAU, ടൗ. അപ്പോൾ ടൗ ഈസ് ഈക്വൽ ടു ഷിയർ ലോഡ് ഓർ ടാൻജൻഷ്യൽ ലോഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ. ഇനി നമുക്ക് അടുത്തത് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ടൈപ്സ് ഓഫ് സ്ട്രെയിൻ. ഇവിടെ നമ്മൾ മെയിനായിട്ട് 4 തരത്തിലുള്ള സ്ട്രെയിനെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നത്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ divided by original dimension or the ratio between change in dimension to original dimension. So longitudinal strain എന്ന് പറയുമ്പോൾ the ratio of axial deformation to original length. ആക്സിയൽ ആയിട്ടുള്ള ഡീഫോർമേഷനും ഒറിജിനൽ ലെങ്ത്തും കൂടിയുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുക? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള അഥവാ ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും സെയിം ആക്സിസിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ സെയിം ആക്സിസിലാണ് ഇവർ രണ്ടുപേരും ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ആക്സിയൽ ഡീഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം ആക്സിസിലൂടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡീഫോർമേഷനെയാണ്. സോ അപ്പോൾ തന്നെ നമുക്ക് ഏറെക്കുറെ ടെൻസൈൽ സ്ട്രെയിൻ ആൻഡ് കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഐഡിയ കിട്ടും. സോ ടെൻസൈൽ സ്ട്രെയിൻ എന്താണ്? ഇഫ് ദർ ഈസ് സം ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ബോഡി ഡ്യൂ ടു ലോഡ്, റേഷ്യോ ഓഫ് ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് ഈസ് ടെൻസൈൽ സ്ട്രെയിൻ. അഥവാ നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സിൽ എന്താ പഠിച്ചത്? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുള്ള് വരുമ്പോൾ അതിലെന്തുണ്ടാകും? ഇൻക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി ഡ്യൂ ടു ദ ലോഡ്. ആ ലോഡ് കാരണം ആ മെറ്റീരിയലിൻ്റെ ലെങ്ത് എന്താകും? ഇൻക്രീസ് ആകും. സോ ആ ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടെൻസൈൽ സ്ട്രെയിൻ കിട്ടും. ഇനി അപ്പോൾ കംപ്രസീവ് സ്ട്രെയിൻ എന്തായിരിക്കും? ഡിക്രീസ് ഇൻ ലെങ്ത് ഓഫ് ദ ബോഡി ഡ്യൂ ടു ദ ലോഡ്. അതായത് നമ്മുടെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കംപ്രഷൻ ഉണ്ടാകും. സോ അവിടെ ഒരു ലെങ്ത്തിന് ഡിക്രീസ് ഉണ്ടാകും. സോ ആ ഡിക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ദ ഒറിജിനൽ ലെങ്ത് ചെയ്യുമ്പോൾ നമുക്ക് കംപ്രസീവ് സ്ട്രെയിനാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡ് വൺ, ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ. നമ്മൾ എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ ഡയാമീറ്ററിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഒറിജിനൽ ഡയാമീറ്റർ. അതായത് നമ്മുടെ മെറ്റീരിയൽ നമ്മളൊരു എക്സ്റ്റേണൽ പുൾ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് കൊടുക്കുകയാണ്. ആ ലോഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഡയമീറ്ററിൽ ഒരു ചേഞ്ച് വരികയാണെങ്കിൽ ആ ചേഞ്ച് ഇൻ ഡയമീറ്റർ ടു ഒറിജിനൽ ഡയമീറ്റർ റേഷ്യോ എടുക്കുമ്പോഴാണ് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടുക. ഇനി വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റീരിയലിൽ
അതിൻ്റെ വോള്യൂമിന് ചേഞ്ച് വരികയാണ്. ഇനീഷ്യൽ വോള്യത്തിൽ നിന്ന് ഫൈനൽ വോള്യൂം കുറച്ച് ചേഞ്ചോട് കൂടിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വോള്യൂം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോള്യൂം ഈസ് നോൺ ആസ് വോള്യൂമെട്രിക് സ്ട്രെയിൻ. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിരുന്നു ചേഞ്ച് എന്നതിനെ സൂചിപ്പിക്കാനാണ് എന്ത് ഡെൽറ്റ എന്ന ഈ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. വോള്യൂമെട്രിക് സ്ട്രെയിനിൻ്റെ കേസ് വരുമ്പോൾ ഡെൽറ്റ വി ബൈ വി. ഈ വി എന്ന് പറയുന്നത് ഇനീഷ്യൽ വോള്യൂം അഥവാ ഒറിജിനൽ വോള്യൂം. ഇനി ലാറ്ററൽ സ്ട്രെയിനിൻ്റെ കാര്യത്തിൽ ഡയാമീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൽറ്റ ഡി ബൈ സ്മോൾ ഡി. അതേപോലെ ഇവിടെ നമ്മുടെ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്, ഇവിടെ ലെങ്ത്തിനാണ് ചേഞ്ച് വരുന്നത്. ആ ഡയമെൻഷൻ ലെങ്ത് ആയതുകൊണ്ട് ഡെൽറ്റ എൽ ബൈ എൽ. ഒന്നുകൂടെ പറയാം, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ വരുന്ന സമയത്ത് ആക്സിയൽ ഡീഫോർമേഷൻ ആണ് ഉണ്ടാകുന്നത്, അഥവാ ലെങ്ത്തിനാണ് ഡീഫോർമേഷൻ വരുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഡയമെൻഷൻ എൽ ആണ്. ഇനി ലാറ്ററൽ സ്ട്രെയിനിന്റെ കേസിൽ ഡയാമീറ്റർ ആണ് ഡയമെൻഷൻ. സോ യൂസ് ചെയ്യുന്നത് ഡി എന്ന സിമ്പിളാണ്. വോള്യൂമെട്രിക് സ്ട്രെയിനിൽ നമുക്ക് ചേഞ്ച് ഇൻ ഡയമെൻഷൻ അഥവാ ഡയമെൻഷൻ എന്ന് പറയുന്നത് വി ആണ്, അഥവാ വോള്യൂം ആണ്. സോ ഇവിടെ ഡെൽറ്റ വി ബൈ വി എന്നെടുക്കും. ഇനി ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ എന്ന് പറയുമ്പോഴെന്താണ് നമ്മുടെ ഷിയർ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ഒരു സ്ട്രെയിനാണ് ഷിയർ സ്ട്രെയിൻ. ഇനി അടുത്തത് പോയ്സൺസ് റേഷ്യോ. നമ്മൾ നേരത്തെ നമ്മുടെ എലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, അഥവാ ഇതാ ഇവിടെ ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി ഇൻറ്റു 1 പ്ലസ് യു അല്ലെങ്കിൽ 3k ഇൻറ്റു 1 മൈനസ് 2 യു എന്ന് പറയുമ്പോൾ ഇവിടെ യു എന്ന ഈ സിമ്പിൾ നമ്മൾ പോയ്സൺസ് റേഷ്യോ എന്ന് ഡിഫൈൻ ചെയ്തിരുന്നു. സോ എന്താണ് പോയ്സൺസ് റേഷ്യോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പോയ്സൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ? ഒരു ആക്സിയൽ ആയിട്ടുള്ള ഫോഴ്സ്. നമ്മളിത് അവിടെ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്? ഒരു ആക്സിയൽ ഡീഫോർമേഷൻ, അഥവാ ഇവിടെ നമ്മൾ പരിഗണിക്കുന്ന ഡയമെൻഷൻ ഏതാണ്? ലെങ്ത്. ലാറ്ററൽ സ്ട്രെയിൻ എന്താണ്? നമ്മൾ പരിഗണിക്കുന്ന ഡയമെൻഷൻ ഡയാമീറ്റർ ആയിട്ട് എടുത്താൽ അത് ലാറ്ററൽ സ്ട്രെയിൻ. സോ ഈ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന റേഷ്യോ ആണ് എന്ത്? പോയ്സൺസ് റേഷ്യോ. നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന നൊട്ടേഷനാണ് യു. സോ അത് നിർബന്ധമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലീനിയർ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് എന്ത്? പോയ്സൺസ് റേഷ്യോ. ഇനി അടുത്തതായിട്ട് നമ്മുടെ മോഡ്യൂളിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസിൽ ഒരെണ്ണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഡീഫോർമേഷൻ ഓഫ് എ ബോഡി. അപ്പോൾ നമ്മൾ ഹുക്സ് ലോയിൽ ആദ്യമേ പറഞ്ഞിരുന്നു, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അണ്ടർ എലാസ്റ്റിക് ലിമിറ്റ്. സോ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് എടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? യങ്സ് മോഡുലസിനെ എടുക്കുകയാണ്. സോ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്? ലോഡ് ഡിവൈഡഡ് ബൈ ഏരിയ. സ്ട്രെയിൻ ആണെങ്കിൽ എന്താണ്? നമ്മൾ എലാസ്റ്റിക് കോൺസ്റ്റന്റ് ആണ് എടുക്കുന്നത്. സോ പരിഗണിക്കുന്ന ഡയമെൻഷൻ ലെങ്ത് ആണ്. സോ ദാറ്റ് വിൽ ബി ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ അഥവാ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എൽ, നമ്മുടെ ഇനീഷ്യൽ ലെങ്ത്. സോ ഈ രണ്ട് ഇക്വേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരികയാണ്. സോ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ ഇവിടെ മുകളിൽ എഴുതി, ലോഡ് പെർ ഏരിയ. അതിന് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ഇക്വേഷനെ നമ്മൾ LHSലേക്ക് കൊണ്ടുവന്നു. സോ ദാറ്റ് വിൽ ബി ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, അതേ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കിടക്കുന്ന യങ്സ് മോഡുലസിനെ ഇപ്പുറത്തേക്ക് കൊടുത്തു. RHSലേക്ക് കൊടുക്കുമ്പോൾ ലോഡ് പെർ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. ശ്രദ്ധിക്കാം, ഇവിടെ കിടന്നിട്ടുള്ള ക്യാപിറ്റൽ ഇ, ഇവിടെയുള്ള ക്യാപിറ്റൽ ഇനെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് കൊടുത്തിട്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ ഉണ്ടായിരുന്ന ഡെൽറ്റ എൽ ബൈ എല്ലിനെ LHSലേക്ക് കൊടുത്തു. സോ ഡെൽറ്റ എൽ എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് ഇവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ചേഞ്ച് ഇൻ ലെങ്ത്. ഈ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് അഥവാ ഡീഫോർമേഷനാണ് നമുക്ക് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യും? LHS ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ ലെങ്തിനെ RHSലേക്ക് കൊടുക്കും. സോ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഒരു ക്വാണ്ടിറ്റി നമ്മൾ RHSലേക്ക് അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കുമ്പോൾ ഡിനോമിനേറ്റർ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലേക്ക് ജോയിൻ ആകും. സോ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു
ലോഡ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. നമ്മൾ ഈ മോഡ്യൂളുകളിൽ ഓരോ ന്യൂമറിക്കൽസിലും ഈ ഒരു ഇക്വേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇതിനെ പരിഗണിച്ച് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. സോ ഡീഫോർമേഷൻ ഓഫ് എ ബോഡി അഥവാ ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ അഥവാ ലോഡ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഫോർ എ ഡക്റ്റൈൽ മെറ്റീരിയൽ ഓർ മൈൽഡ് സ്റ്റീൽ ബാർ അണ്ടർ ടെൻഷൻ. രണ്ട് തരം മെറ്റീരിയലുകളാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഒന്ന് ഡക്റ്റൈൽ മെറ്റീരിയലും അടുത്തത് ബ്രിറ്റിൽ മെറ്റീരിയലും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോഡ് അഥവാ ഒരു പുള്ളിംഗ് ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് തിൻ വയറുകളായിട്ട് ഫോം ചെയ്യുന്നുള്ളതിനാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് പറയുക. ബ്രിറ്റിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോഡ് ആക്ട് ചെയ്യുന്ന സമയത്ത് വെരി സ്മോൾ പീസസ് ആയിട്ട് ഡീഫോം ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രിറ്റിൽനെസ് എന്ന് പറയുക. സോ ഒരു ഡക്റ്റൈൽ മെറ്റീരിയലിന് സ്ട്രെസ് സ്ട്രെയിൻ കർവ് അഥവാ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ കർവ് വരയ്ക്കുമ്പോൾ, ആ ഒരു ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മെറ്റീരിയലിന് നമുക്ക് അതിൻ്റെ ഡയഗ്രാം കിട്ടുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഡക്റ്റൈൽ മെറ്റീരിയലിൻ്റെ ഈ ഒരു ഫിഗർ ഇതാണ് അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ലൈന് ഇതേപോലെ തന്നെ വരച്ച് പഠിക്കേണ്ടതാണ്. ഇതിൽ തന്നെ കുറച്ച് സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ് ഉണ്ട്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഓരോന്നും നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു മൈൽഡ് സ്റ്റീൽ, ഒരു സാമ്പിൾ മൈൽഡ് സ്റ്റീൽ എടുത്തിട്ട് അതിനെ ലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓരോ സ്ട്രെസ് പോയിന്റുകളിലും എത്രയാണ് അതിൽ സ്ട്രെയിൻ ഡെവലപ്പ് ആകുന്നത് എന്ന് നോട്ട് ചെയ്യുന്നതാണ് ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഈ ഒ തൊട്ട് എ വരെ ഈ റീജിയനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയുക. അതായത് ഈ പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന ഈ ഒരു ഏരിയയിലാണ് അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലാണ് നമ്മുടെ മെറ്റീരിയൽ ഹുക്സ് ലോ ഒബേ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എ എന്ന പോയിന്റിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹുക്സ് ലോ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് ദ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ആ എലാസ്റ്റിക് ലിമിറ്റാണ് ഏത്? എ. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഹുക്സ് ലോ ഡിഫൈൻ ചെയ്യുന്നത് വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്, എലാസ്റ്റിക് ലിമിറ്റിന് ഉള്ളിൽ. സോ ഇവിടെ എലാസ്റ്റിക് ലിമിറ്റ് ഏതാ? എ എന്ന ഈ പോയിന്റാണ്. സോ എ എന്ന ഈ പോയിന്റിന് അണ്ടറിൽ, ഒ എ എന്ന ഈ ലൈനിൻ്റെ അണ്ടറിൽ വരുന്ന റീജിയനിലായിരിക്കും എന്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഹുക്സ് ലോ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. സോ അതുവരെ ആയിരിക്കുമല്ലോ എന്തായാലും പ്രൊപ്പോർഷണൽ ലിമിറ്റ് വരിക. സോ ഈ ഒ എ എന്ന് പറയുന്ന ഈ ഒരു ലൈനിൻ്റെ അണ്ടറിൽ വരുന്ന റീജിയനാണ് എന്ത്? നമ്മുടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അഥവാ ഹുക്സ് ലോ ഒബേ ചെയ്യുന്ന ലിമിറ്റ്. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റിലായിരിക്കും ആര് വരിക? ഈ എ എന്ന പോയിന്റ് അഥവാ നമ്മുടെ എലാസ്റ്റിക് ലിമിറ്റ്. ഇനി അടുത്തതെന്ന് പറയുന്നത് yീൽഡ് പോയിന്റ് ആണ്. yീൽഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഈ ബി ടു സി വരെയുള്ള റീജിയനിൽ വരുന്ന ഒരു പോയിന്റാണ് എന്ത്? നമ്മുടെ yീൽഡ് പോയിന്റ്. yീൽഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിൽ അതിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ വരുന്ന റീജിയനാണ്. അതിനുശേഷം തീർച്ചയായും ഒരു പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റിറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സോ ആ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കുന്ന ആ പോയിന്റിന് നമ്മൾ yീൽഡ് പോയിന്റ് എന്ന് പറയുക. ഇവിടെ ബി എന്ന് കൊടുത്തിട്ടുള്ള ഈ പോയിന്റ് അപ്പർ yീൽഡ് പോയിന്റും സി എന്നുള്ള ഈ പോയിന്റ് ലോവർ yീൽഡ് പോയിന്റ് ആണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഡി എന്ന പോയിന്റ് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്നാണ് നമ്മൾ പറയുക. ഈ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് എന്ന് പറയുന്നത് ആ മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ് എടുക്കാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതായത് ഈ ഡി എന്ന പോയിന്റിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മെറ്റീരിയൽ എന്താകാം? ബ്രേക്ക് ആകാം, അല്ലെങ്കിൽ ഫ്രാക്ചർ ആകാം, അല്ലെങ്കിൽ ഫെയിൽ ആകാം. നമ്മുടെ മെറ്റീരിയൽ മാക്സിമം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ മാക്സിമം സ്ട്രെസ് എടുക്കാൻ പറ്റുന്ന അത്രയും പോയിന്റിന് എന്ത് പറയുക? ഈ ക്യാപിറ്റൽ ഡി അഥവാ അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്. നമ്മൾ പറഞ്ഞിരുന്നു അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മെറ്റീരിയൽ എന്താകാം? ബ്രേക്ക് ആകാം, അല്ലെങ്കിൽ ഫ്രാക്ചർ ആകാം. അങ്ങനെയുള്ള ഒരു പോയിന്റാണ് ക്യാപിറ്റൽ ഇ ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ട് ഈ എൻഡിൽ കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മുടെ എന്ത്? ബ്രേക്കിംഗ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ മെറ്റീരിയൽ എന്താവുക? ഫെയിൽ ആവുക അല്ലെങ്കിൽ ബ്രേക്ക് ആവുക. സോ ഇനി അടുത്തത് നമുക്ക്
നമ്മുടെ ബ്രിറ്റിൽ മെറ്റീരിയലിന് ബ്രിറ്റിൽ നേച്ചർ കാണിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ കർവ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. സോ ഇവിടെ ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, അത്ര വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വലിയൊരു ഫിഗറൊന്നും ആയിരിക്കില്ല കിട്ടില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്ന പ്രൊപ്പോർഷണൽ ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് പോയിന്റ്, yielded പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ്, ഫ്രാക്ചർ പോയിന്റ് ഇങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല, വളരെ അടുത്തായിരിക്കും എല്ലാതും വരിക. കാരണം അതിൻ്റെ ബ്രിട്ടിൽ നേച്ചർ എന്താണ്, വളരെ പെട്ടെന്ന് തന്നെ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സ്മോൾ പീസസ് ആയിട്ട് ഡീഫോർം ചെയ്യുക. അപ്പോൾ ആ ഒരു നേച്ചർ ഉള്ള മെറ്റീരിയലിൽ ഇങ്ങനെയുള്ള ഓരോ പോയിന്റുകളും വളരെ എന്താ പറയുക, നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയൽ പോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വിട്ട് ആയിരിക്കില്ല, വളരെ അടുത്തായിരിക്കും കാണുക. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് അതേപോലെ yielded പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എലാസ്റ്റിക് ബിഹേവിയർ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നോ അതാണ് എന്ത്, നമ്മുടെ yielded പോയിന്റ്. അഥവാ പെർമനൻറ്റ് ഷേപ്പ് ചേഞ്ച് അഥവാ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് yielded പോയിന്റ്. അതിന് അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് അഥവാ ആ മെറ്റീരിയൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന ലോഡിൻ്റെ പോയിൻ്റാണ് അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ്. ഈ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് പോയിന്റ് കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ആവാൻ അല്ലെങ്കിൽ ഫ്രാക്ചർ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അതിനടുത്ത് തന്നെയായിട്ടായിരിക്കും എന്ത് വരിക, ഫ്രാക്ചർ പോയിന്റ്. സോ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഫിഗേഴ്സിൽ ഒന്നാണിത്, നമ്മുടെ ഡക്റ്റൈൽ മെറ്റീരിയൽസിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും അതേപോലെ തന്നെ ബ്രിറ്റിൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു വർക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ഡിസൈൻ സ്ട്രെസ്. ഒരു മെറ്റീരിയലിൽ ഉണ്ടാകുന്ന മാക്സിമം സ്ട്രെസ്സും ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിസൈൻ സ്ട്രെസ്സാണ് എന്ത്, ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഡിസൈനിൻ്റെ സേഫ്റ്റി അഥവാ അതിൻ്റെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഫെയിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഫാക്ടർ ഓഫ് സേഫ്റ്റി. നമ്മൾ ആ ഒരു മെറ്റീരിയലിന് എടുക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെസ്സ് എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് അതിലേക്ക് എന്ത് കൊടുക്കുക, നമ്മുടെ വർക്കിംഗ് സ്ട്രെസ്സും കൂടെ പരിഗണിക്കുമ്പോഴാണ് നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി കിട്ടുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷനിൽ എ ബോഡി സബ്ജക്റ്റഡ് ടു എ നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിംഗ് അലോങ് ദി ആക്സിസ് ഓഫ് ദ ബോഡി, the resulting deformation of the body is equal to algebraic sum of deformation of individual section. വളരെ സിമ്പിൾ ടേംസ് ഇത് പറയുകയാണെങ്കിൽ ടോട്ടൽ ഡീഫോർമേഷൻ ഇസ് ഈക്വൽ ടു ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ഡീഫോർമേഷൻ. നമ്മുടെ കയ്യിലുള്ള ബോഡി ഇതിന് നമ്മൾ ഇത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാണ്. സോ നമ്മുടെ ആ ബോഡിക്ക് ടോട്ടൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ ഓരോ ഇൻഡിവിജ്വൽ സെക്ഷനും ഉണ്ടാകുന്ന ഡീഫോർമേഷന് ആൾജിബ്രൈക് സമ്മിന് തുല്യമായിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ തൊട്ട് താഴെ സ്ട്രെസ് ഇൻ ബാർ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെൽറ്റ എല്ലിൻ്റെ ഇക്വേഷനാണ്. സോ ഡെൽറ്റ എൽ എന്താണ്, ഡീഫോർമേഷൻ ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. സോ ചേഞ്ച് ഇൻ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, പി ഇൻറ്റു എൽ ബൈ എ ഇൻറ്റു ഇ, ലോഡ് ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. ഇവിടെ യൂണിഫോം ക്രോസ് സെക്ഷനാണ്. സോ യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഏരിയ സെയിം ആയിരിക്കും, ഓരോ ഇൻഡിവിജ്വൽ സെക്ഷൻ്റെയും ഏരിയ എന്തായിരിക്കും, തുല്യമായിരിക്കും. അതേപോലെ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ യങ്സ് മോഡുലസും സെയിം ആയിരിക്കും. ആകപ്പാട് ഇവിടെ മാറാൻ പോകുന്നത് നമ്മുടെ ലോഡും അതേപോലെ ലെങ്ത്തുമാണ്. സോ ഇത് രണ്ടും മാത്രം മാറുന്നത് കൊണ്ട് ഏരിയനെയും അതേപോലെ യങ്സ് മോഡുലസ് നമ്മൾ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ ഉള്ളിലിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അഥവാ 1 ഇൻറ്റു ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ് ഇൻറ്റു P1 L1 പ്ലസ് P2 L2 പ്ലസ് P3 L3 എക്സെട്ര. ഈ P1 L1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡിവിജ്വൽ സെക്ഷൻ്റെ ലോഡും അതേപോലെ ലെങ്ത്ത്, അതേപോലെ സെക്കൻഡ് സെക്ഷൻ്റെ ലോഡ് ലെങ്ത്ത്, തേർഡ് സെക്ഷൻ്റെ ലോഡ് ലെങ്ത്ത് എക്സെട്ര. അതാണ് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഒരു കോമ്പോസിറ്റ് ബാറിൻ്റെ ക്രോസ് സെക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. സോ കോമ്പോസിറ്റ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ബാർ മെയ്ഡ് ഓഫ് 2 or more ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, രണ്ടോ അതിൽ കൂടുതലോ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു
ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുക, കോമ്പോസിറ്റ് ബാർ എന്ന് പറയുക. സോ ഒരു കോമ്പോസിറ്റ് ബാറിൽ അതിന് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെയുള്ളൊരു കോമ്പോസിറ്റ് ബാറാണെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാകുന്ന ഡീഫോർമേഷനും സെക്കൻഡ് ഉണ്ടാകുന്ന ഡീഫോർമേഷനും ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്വേഷൻ ചെയ്യുന്നത്. സോ ഡെൽറ്റ L1 ഇസ് ഈക്വൽ ടു ഡെൽറ്റ L2. നമുക്കറിയാം ഡെൽറ്റ L ഇസ് ഈക്വൽ ടു PL ഡിവൈഡ് ബൈ AE. സോ ഡെൽറ്റ L1 ഡെൽറ്റ L2 പറയുമ്പോൾ അതിനനുസരിച്ചുള്ള സഫിക്സുകളും അതിന് വരും. P1 L1 ബൈ A1 E1 ഇസ് ഈക്വൽ ടു P2 L2 ബൈ A2 E2. ഇനി നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ഡിവൈഡ് ബൈ ഏരിയ അഥവാ P ഡിവൈഡ് ബൈ ഏരിയ. ഈ P ഡിവൈഡ് ബൈ ഏരിയ ഇസ് ഈക്വൽ ടു സിഗ്മ. സോ ഈ P ബൈ A എന്നതിന് P1 ബൈ A1 എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, സിഗ്മ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതേപോലെ തന്നെ P2 ബൈ A2ൻ്റെ അവിടെയും സിഗ്മ 2 നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ടോട്ടൽ ലോഡ് ഈക്വൽ ആണ് എന്ന് പരിഗണിക്കുമ്പോഴാണ് ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുക. സിഗ്മ 1 A1 പ്ലസ് സിഗ്മ 2 A2. ഇനി നമുക്ക് തെർമൽ സ്ട്രെസ് അഥവാ ടെമ്പറേച്ചർ സ്ട്രെസ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ എന്താണ് തെർമൽ സ്ട്രെസ്? ഈ തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഒരു തെർമൽ ഡിഫറൻസ് അഥവാ ടെമ്പറേച്ചർ മൂലമുണ്ടായേക്കാവുന്ന സ്ട്രെസ്സുകളാണ് നമ്മൾ മെയിൻലി തെർമൽ സ്ട്രെസ് എന്ന് പറയാം. ഇവിടെ കൊടുത്ത് വായിച്ചു നോക്കാം. വെൻ ദ ബോഡി ഈസ് അലൗഡ് ടു എക്സ്പാൻഡ് ഓർ കൺട്രാക്ട് ഫ്രീലി വിത്ത് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് എ ബോഡി കോസസ് ദ ബോഡി ടു എക്സ്പാൻഡ് ഓർ കൺട്രാക്ട്. ഒരു ബോഡിയിൽ നമ്മൾ എക്സ്പാൻഷനും കൺട്രാക്ഷനൊക്കെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. യാതൊരുവിധ എന്താ പറയുക ഒരു തടസ്സവും അവിടെയില്ല. അപ്പോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഒന്നുമില്ലെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ കുറഞ്ഞാലോ അതിനെന്താവും, എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഉണ്ടാവും. ഇഫ് ദ ഡിഫോർമേഷൻ ഓഫ് ദ ബോഡി ഈസ് പ്രിവെൻറ്റഡ് ഓർ റെസ്ട്രിക്റ്റഡ് ദ സ്ട്രെസ് വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ ബോഡി ആൻഡ് സച്ച് സ്ട്രെസ് ഇസ് കോൾഡ് തെർമൽ സ്ട്രെസ് ഓർ ടെമ്പറേച്ചർ സ്ട്രെസ്. അതായത് നമ്മളൊരു തടസ്സം വെച്ചു, അതിൻ്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷന് എതിര് നിൽക്കാൻ വേണ്ടി ഒരു തടസ്സം വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രിവെൻഷൻ അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് തെർമൽ സ്ട്രെസ് ഓർ ടെമ്പറേച്ചർ സ്ട്രെസ്. ഈ തെർമൽ സ്ട്രെസ് മൂലമുണ്ടാകുന്ന സ്ട്രെയിനിനെയാണ് നമ്മൾ എന്ത് പറയുക, തെർമൽ സ്ട്രെയിൻ. ഇനി ഇതുപോലൊരു ബോഡി നമ്മുടെ കയ്യിലുണ്ട് എന്ന് കൂട്ടുക. ഈ L ലെങ്ത്തിലൊരു ബോഡി ഉണ്ടെന്ന് കരുതുക. ഈ L ലെങ്ത്തുള്ള ബോഡിയിൽ നമ്മളൊരു തെർമൽ ഡിഫറൻസ്, ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ L എക്സ്പാൻഷൻ അവിടെ നടന്നു, അല്ലെങ്കിൽ ഒരു ഡീഫോർമേഷൻ അവിടെ എന്തായി നടന്നു. സോ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു നമ്മുടെ തെർമൽ സ്ട്രെസ്സിൻ്റെ ഡീഫോർമേഷൻ്റെ ഇക്വേഷൻ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി. ഇവിടെ L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ലെങ്ത്ത്, അതായത് നമ്മൾ എക്സ്പാൻഷൻ നടക്കുന്നതിന് മുന്നേ ഉള്ള ലെങ്ത്ത്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ എഫിഷ്യൻറ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, അത് ഓരോ മെറ്റീരിയലിനും ഓരോ തരത്തിലായിരിക്കും. പിന്നെ അതേപോലെ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. നമ്മളുടെ ഫസ്റ്റ് ഉണ്ടായിരുന്ന ടെമ്പറേച്ചറും ഫൈനൽ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്, അതാണ് ഇവിടുത്തെ ടി. അഥവാ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി. നമുക്കിനി സ്ട്രെസ്സിൻ്റെയും സ്ട്രെയിനിൻ്റെയും ഇക്വേഷൻസിനെ പറ്റി നോക്കാം. സ്ട്രെയിൻ, തെർമൽ സ്ട്രെയിൻ ആകുമ്പോൾ L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി ഡിവൈഡ് ബൈ L. നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റ L ഡിവൈഡഡ് ബൈ L ആണ്. സോ ഡെൽറ്റ Lൻ്റെ വാല്യൂ എന്താണ് ഇവിടെ, ഇക്വേഷൻ എന്താണ്, L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി. ദിസ് ഡിവൈഡഡ് ബൈ L എന്തായിക്കോളും, സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ ആയിക്കോളും. ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും L ഉള്ളത് കൊണ്ട് രണ്ടും കട്ടായി പോകും. സോ അങ്ങനെ കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എന്താണ്, ആൽഫ ഇൻറ്റു ടി. ഇനി സ്ട്രെസ്സിൻ്റെ കേസ് ആണെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. സോ സ്ട്രെസ്സിനെ നമ്മൾ LHS നിർത്തിക്കൊണ്ട് സ്ട്രെയിനിനെ നമ്മൾ RHS കൊണ്ടുപോകുമ്പോൾ യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് കിട്ടും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ സ്മോൾ ഇ എന്ന് പറയുന്നത് സ്ട്രെയിൻ്റെ നൊട്ടേഷൻ, ക്യാപിറ്റൽ ഇ യങ്സ് മോഡുലസിൻ്റെ നൊട്ടേഷൻ. സോ നമുക്ക് നേരത്തെ സ്ട്രെയിൻ എത്ര കിട്ടി, ആൽഫ ഇൻറ്റു ടി. ആ ആൽഫ ഇൻറ്റു ടീനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു യങ്സ് മോഡുലസ്. സോ നമുക്ക് എന്ത് കിട്ടിയെന്ന്, തെർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അവിടെ yielding സംഭവിച്ചാൽ, അതായത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ് ആ ഒരു പോയിന്റ് അത് അച്ചീവ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെൽറ്റ എന്നൊരു വാല്യൂലാണ് yielding സംഭവിക്കുന്നതിന് അസ്യൂം ചെയ്തിട്ട് അതിൻ്റെ ചേഞ്ചിങ് ലെങ്ത് അഥവാ ഡെൽറ്റ L ഇസ് ഈക്വൽ ടു L ഇൻറ്റു ആൽഫ ഇൻറ്റു ടി മൈനസ് ഡെൽറ്റ.
എത്രയാണോ yielding വാല്യൂ അതിനെ അവിടെ കൊടുക്കണം. അതേപോലെ ഓരോ ഇക്വേഷൻ, ഓരോ നമ്മുടെ സ്ട്രെയിനിൻ്റെ ആയാലും ശരി സ്ട്രെസ്സിൻ്റെ ആയാലും ശരി അവിടെ അതിൻ്റെ പ്രസൻസ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്തിരിക്കണം. സോ ഇതാണ് നമുക്ക് തെർമൽ സ്ട്രെയിൻ ഇഫ് yielding ഈസ് ഡൺ അതിൻ്റെ ഇക്വേഷൻ. ഇനി സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത്.